വണ്ണിന്റെ റിസൾട്ട് നാളെ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒത്തിരി കുട്ടികളുടെ സംശയം. നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നാളെ വരാനുള്ള സാധ്യത ഇല്ലേ ഇല്ല. കാരണം നമുക്ക് അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ബോർഡ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ലാസ്റ്റ് വരുന്നത്. അതൊന്നും നടന്നിട്ടില്ലെന്നാണ് അറിഞ്ഞത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പല ഇതിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ +1 റിസൾട്ട് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ലാസ്റ്റ് ചോയ്സ് ആയിട്ടേ വരത്തുള്ളൂ. പിന്നെ പലപ്പോഴും ഈ ഡേറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്, അതിങ്ങനെ അവർക്ക് പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നതേ ഉള്ളൂ, അതിൽ കാര്യമില്ല. ഇപ്പോഴത്തെ ഏറ്റവും അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിയോറിറ്റി എന്ന് പറഞ്ഞാൽ +2 സേയുടെ റിസൾട്ട് വരുത്തുക എന്നുള്ളതാണ്. കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കോഴ്സിന് പോകാൻ. ഇപ്പൊ പല കുട്ടികളും അവരോടൊപ്പം പഠിച്ച കുട്ടികളൊക്കെ എല്ലാവരും കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയപ്പോൾ സേ എഴുതി ജയിച്ചിട്ട് പോകേണ്ടവർക്ക് ഏറ്റവും എളുപ്പം അറിഞ്ഞിട്ട് വേണം. കാരണം പലയിടത്തും അഡ്മിഷനൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള പല കുട്ടികളുണ്ട്, ഫീസ് വഴക്കി അടച്ചിട്ടുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ റിസൾട്ട് അറിഞ്ഞ ഉടൻ തന്നെ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ട, കാരണം അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങും. അതുകൊണ്ട് +1ന്റെ റിസൾട്ട് വരാൻ ഉടനെ സാധ്യതയില്ലെന്നല്ല, ഇപ്പോഴത്തെ രീതിയിൽ കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അവർ പറയുന്നത് 17-ാം തീയതി എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വെള്ളിയാഴ്ചത്തേക്കത്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനോട് അടുത്തുള്ള ഒരു ഡേയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നുള്ളത് +1 ഇംപ്രൂവ്മെന്റ് ആണ്. ഈ +1 ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അതാത് വർഷങ്ങളിൽ തന്നെ ഇംപ്രൂവ്മെന്റിന്റെ എക്സാം ലാസ്റ്റ് മാറ്റാതെ ഇപ്പൊ നമ്മുടെ ഈ 2026 ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികളുടെ +1 ഇംപ്രൂവ്മെന്റ് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി മാറ്റം ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇത് ടീച്ചേഴ്സിന് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം. ഇത് തന്നെ ഇപ്പോൾ പല സ്കൂളുകളിലും ടീച്ചേഴ്സ് ഇല്ലാത്തതിന്റെ പേര് ക്ലാസ്സുകളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം ഇതെല്ലാം +2 സൈഡ് ഇത് നോക്കണം. നെക്സ്റ്റ് നിങ്ങളുടെ പിന്നെ പേപ്പർ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി, പിന്നെ ലാസ്റ്റിലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. +2 വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇനി +1 ഇംപ്രൂവ്മെന്റ് എടുക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തി അതും എല്ലാം കൂടെ എത്തുമ്പോഴത്തേക്കും ടീച്ചേഴ്സിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ബാധിക്കോ ഇല്ലോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോഴത്തെ രീതിയിൽ കൂടെ അത് സെപ്റ്റംബർ ഒക്ടോബർ നടത്തുമെന്നാണ്. നടത്തിയാൽ നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. പക്ഷെ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു പണി തന്നെയാവും. അപ്പൊ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടും. ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉടൻ തന്നെ അറിയിച്ചിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ, നെക്സ്റ്റ് +2ന്റെ ക്ലാസ്സുകൾ എല്ലാം, അതുപോലെ അതിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ളതും അതേപോലെ എക്സാമിനെ കുറിച്ചുള്ളതും എല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും അടുത്ത അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ ഏത് മാറ്റം ഉണ്ടെങ്കിലും നമ്മൾ ഉടനെ നിങ്ങളെ അറിയിച്ചിരിക്കും. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.